നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ പവർ ലിമിറ്റഡ് ആണ്. ടാറ്റ പവർ ഒരു മികച്ച സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത് 207 ആണ്. നമുക്കതിൻ്റെ ഒരു സപ്പോർട്ട് വരച്ചു നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 195 to 200 ലെവലിൽ പല പ്രാവശ്യം സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സിനാണെങ്കിൽ ഏകദേശം ഒരു 220 അല്ലെങ്കിൽ 230 ലെവലിൽ ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വരുന്ന ഫെബ്രുവരി 3 കമ്പനിയുടെ റിസൾട്ട് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഫോർകാസ്റ്റിംഗ് വെച്ചിട്ട് മികച്ച റിസൾട്ടാണ് കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് സ്റ്റോക്ക് നന്നായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് അത്ര മികച്ചതായിരുന്നില്ല. അതുപോലെ തന്നെ FIS കുറച്ച് സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ സ്റ്റോക്ക് ഒരു 260 റേഞ്ചിൽ നിന്നും ഒരു 200 റേഞ്ചിലോട്ട് ഡിപ്പ് സ്ട്രോങ് ആണ്. നമുക്കിതിൻ്റെ ഒരു വീക്ക്ലി സപ്പോർട്ട് കൂടെ നോക്കാം. ഇത് സ്റ്റോക്കിന്റെ ഒരു വീക്ക്ലി സപ്പോർട്ടാണ്. ഈ പറഞ്ഞതുപോലെ 200 to 195 അത്യാവശ്യം ഒരു മികച്ച വീക്ക്ലി സപ്പോർട്ട് കൂടി എടുക്കുന്നുണ്ട്. വീക്ക്ലി ടൈം ഫ്രെയിമിലും നല്ലൊരു സപ്പോർട്ട് എടുക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. നമുക്കതിൻ്റെ ഫണ്ടമെന്റൽസിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്കറിയാം ഒരു കമ്പനിയുടെ വാല്യുവേഷൻ നമ്മൾ കണക്കാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോയാണ്. ഇതിലെ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 3 ഇയേഴ്സിലെ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 600 crores ആണ്. അതുപോലെ തന്നെ നെറ്റ് ക്യാഷ് ഫ്ലോ ലാസ്റ്റ് ഇയറിലെ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 1736 crores ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം മികച്ച ROE ആണ്. ROE ROC ആൾമോസ്റ്റ് 10 അടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസംബറിലെ റിസൾട്ട് ഫെബ്രുവരി 3 ഡിക്ലെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ, കാരണം ഒരുപക്ഷെ മികച്ച റിസൾട്ട് ആണെങ്കിൽ സ്റ്റോക്ക് ഡയറക്റ്റ് പോകുന്നത് 215 to 220 റേഞ്ചിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ വീഡിയോ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എന്തായാലും ഞാൻ വളരെ പോസിറ്റീവാണ് ഈ സ്റ്റോക്കിൽ. ഞാൻ പേഴ്സണലി അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. 200 ലെവലിൽ അല്ലെങ്കിൽ ഈവൻ 190 ആയാൽ പോലും ഞാൻ പേഴ്സണലി അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. കാരണം ഒരു 220 അല്ലെങ്കിൽ ഒരു 230 റേഞ്ച് കിട്ടിയാൽ പോലും ഒരു 10 to 15% നമുക്ക് അവിടെ കിട്ടും. അങ്ങനെയുള്ള അത്യാവശ്യം ഒരു കുറച്ച് സ്റ്റോക്കുകൾ കിട്ടിയാൽ ഒരുപക്ഷെ നമ്മുടെ ഇയർലി ടാർഗറ്റ് അല്ലെ 15 to 16 അല്ലെങ്കിൽ 15 to 20 എന്നുള്ള നമ്മുടെ ഒരു ഇയർലി ടാർഗറ്റ് സ്വിംഗ് ട്രേഡിങ്ങിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വിംഗേഴ്സ് ആണെങ്കിൽ ഒരു 180ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇത് ബുക്ക് ചെയ്യും. ഷോർട്ട് ടേം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 230 അല്ലെങ്കിൽ 240 വരെ വെയിറ്റ് ചെയ്യാൻ പറ്റിയാൽ മികച്ചൊരു ഗെയിൻ അതിൽ നിന്ന് കിട്ടും. 22 അപേക്ഷിച്ചിട്ട് റവന്യൂവിൽ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും അത്യാവശ്യം നല്ലൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിലും മികച്ച ഒരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. റവന്യൂവിൽ ആൾമോസ്റ്റ് ഒരു 100% വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഇയർ ഓവർ ഇയർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നല്ലൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. അതായത് ആൾമോസ്റ്റ് 500 നിന്നും ആൾമോസ്റ്റ് 200 ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു 50% ഡിപ്പ് കഴിഞ്ഞ ഇയർ ഓവർ ഇയറിൽ വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സ്റ്റോക്ക് ഇത്രയും കറക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2021 അപേക്ഷിച്ചിട്ട് വളരെ കുറവ് അതിനും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ മികച്ച റിസൾട്ട് കമ്പനി കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചൊരു 250 അല്ലെങ്കിൽ 260 റേഞ്ചിലോട്ട് റിവേഴ്സ് പോകുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ലോങ് ടേമിൽ തീർച്ചയായിട്ടും ഒരു 100% റിട്ടേൺ തന്നെ നൽകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ വിയോജിപ്പുണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ, അതായത് trade4living എന്ന നമ്മുടെ ടെലിഗ്രാം ചാനൽ 93 മുതൽ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും ഞാനത് ഒരിക്കലും വാങ്ങാൻ പറയാറില്ല, വാച്ച് ചെയ്യാനേ പറയാറുള്ളൂ. നിങ്ങൾ സ്വയം പഠിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുക. ഇത് കണ്ടിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത്. നേരത്തെ പറഞ്ഞതുപോലെ 93 ലെവലിലും അതുപോലെ തന്നെ 93 മാത്രമല്ല 150 അതുപോലെ പല ലെവൽസിലും നമ്മൾ സ്വിങ് ചെയ്തിട്ടുണ്ട്. 5 to 10% റിട്ടേൺ കിട്ടുന്ന രീതിയിൽ സ്വിങ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ അടുത്തിടെ ഒരു 200 ലെവലിൽ ഒരു കോൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. @stock fund അല്ലെങ്കിൽ trade4living എന്ന് സ്വിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടാറ്റ സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ 15 പ്രാവശ്യത്തിലേറെയെങ്കിലും നമ്മൾ സ്വിങ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഒരുപക്ഷെ നിങ്ങളിത് കാണുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് റിപ്പറ്റേറ്റീവായിട്ട് തോന്നിയേക്കാം. ഇതിൻ്റെ ഒരു വീക്ക്ലി സപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു ഡെയിലി സപ്പോർട്ട് നോക്കാം.
ഇപ്പോൾ ഡെയിലി സപ്പോർട്ട് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു 382 അല്ലെങ്കിൽ 390 to 400 എന്ന് പറയുന്ന അത്യാവശ്യം ഒരു ഡ്രീം ബൈ തന്നെയാണ്. കമ്പനിയെ കുറിച്ച് നമുക്കറിയാം, ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഡെപ്റ്റ് റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡെപ്റ്റ് ഉണ്ടെങ്കിലും അത് റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെപ്റ്റ് കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ EV സെയിൽസ് എല്ലാം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ ജാഗോറിൻ്റെയും മറ്റുമൊക്കെ സെയിൽസ് മുൻ കാലഘട്ടത്തേക്കാൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു മികച്ച തന്നെയാണ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എസ്പെഷ്യലി സിംഗേഴ്സ് ഇതിനെക്കുറിച്ച് പഠിക്കുക. ഈ ഒരു 400 to 390 എന്ന് പറയുന്ന ലെവൽ അത്യാവശ്യം നല്ല ലെവൽ തന്നെയാണ്. ഞാൻ പേഴ്സണലി ഇതിന് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്നതാണ്. കാരണം 90 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 400 രൂപയ്ക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഈ പറയുന്ന പോലെ മികച്ച റിട്ടേൺ നൽകുന്നതും മികച്ച സ്വിങ്ങിന്, അതൊരു പക്ഷേ നമ്മുടെ ഇയർലി ഒരു 15% മേളിൽ ഒരു റിട്ടേൺ കിട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്ന പ്രധാന സ്റ്റോക്കുകൾ രണ്ടാണ് ഈ ഒരു ടാറ്റ മോട്ടോഴ്സും ടാറ്റ പവർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും അതൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ റിസൾട്ട് കൂടി നോക്കാം. 491 ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം 536 നിന്നാണ് ഇത് കറക്റ്റ് ചെയ്ത് വീണ്ടും ഒരു 390 400 എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ട്, ഐ മീൻ ജാനുവരി 25 ആണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ട്. തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ടിൽ പോസിറ്റീവ് ഔട്ട്കമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി റിസൾട്ട് മോശമാണെങ്കിൽ പോലും ഒരു മാക്സിമം ഒരു 380 നിൽക്കും, എന്നിട്ട് തിരിച്ച് കയറുന്നതിനുള്ള ചാൻസ് ആണുള്ളത്. അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ അനലിസ്റ്റ് റേറ്റിംഗിൽ 22 അനലിസ്റ്റ് ബൈ ആണ് കൊടുത്തിരിക്കുന്നത്. 6 അനലിസ്റ്റ് അത് ഹോൾഡാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് പേര് സെല്ലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ക്രെഡിബിലിറ്റി മറ്റുമൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഈ 400 നിന്നും ഒരു 440 അല്ലെങ്കിൽ 450 കണ്ണുമടച്ച് നമുക്ക് ഒരു സ്വിങ്ങേഴ്സിന് 450 അല്ലെങ്കിൽ 440 കണ്ണുമടച്ച് കിട്ടാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓഫ് കോഴ്സ് ഷോർട്ട് ടേം ട്രേഡേഴ്സിന് ഒരു 490 to 500 നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. 15,085 ക്രോസിൽ നിന്നും 15,141 ആയിട്ട് കൂടിയിട്ടുണ്ട് റവന്യൂ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 602 നിന്നും 550 ആയിട്ട് കുറഞ്ഞു, ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ക്വാർട്ടറിലും അവരുടെ ഡെപ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ റവന്യൂ കൂടുകയാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈ ഒരു സെപ്റ്റംബർ ക്വാർട്ടറിനേക്കാളും കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 450 പ്ലസ് ഒരു റിട്ടേൺ ഇതിൽ നിന്നും സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് സ്റ്റോക്കുകൾ നമ്മൾ മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്വിംഗ് കോളിന് വേണ്ടി അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മളൊരു 400 അല്ലെങ്കിൽ 405 റേഞ്ചിൽ നമ്മൾ ഈ ഒരു കോൾ പറയുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഇതൊരു 420 അല്ലെങ്കിൽ 430 എത്തിയതിനു ശേഷം വീണ്ടും 400 എത്തിയാൽ അല്ലെങ്കിൽ 390 എത്തിയാൽ ഒരുപക്ഷെ വീണ്ടും നമ്മൾ സ്വിംഗ് വീഡിയോയുമായിട്ട് എത്തും. അപ്പോൾ ഇത് ഒരു റിപ്പീറ്റേഷനായിട്ട് കരുതരുത്, കാരണം നമ്മൾ കൂടുതലും ചെയ്യുന്നത് സ്വിംഗ് വീഡിയോസ് ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ @stock fund ഒന്ന് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ trade4living എന്ന് സ്വിച്ച് ചെയ്യുക. വല്ലപ്പോഴും സ്വിംഗ് കോൾസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.